അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടുണ്ടാക്കിയ വസ്ത്രം അദ്ദേഹം ധരിക്കുകയും ചെയ്തല്ലോ. അതും നീ തന്നെയല്ലേ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഒരു വാക്കുകൂടി പറയുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലത്തിലൊരിക്കൽ ശ്രീകാര്യം ശ്രീനിവാസിന് വേണ്ടി ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ദിവസം മാത്രം വീടിന് വേണ്ടി നന്നാകുന്ന മകനെ അദ്ദേഹത്തിന് ആവശ്യമില്ല. പിന്നെ അച്ഛൻ ആ വസ്ത്രം ധരിച്ചത് മകനോടുള്ള സ്നേഹം കൊണ്ടോ മകൻ്റെ അധ്വാനത്തിനുള്ള ബഹുമാനം കൊണ്ടോ ആണെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കൂ. ആ ഷർട്ടും മുണ്ടും ഒരു തവണയെങ്കിലും ഉടുക്കണമെന്നുള്ളത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. 30-35 കൊല്ലം കൂടെ ജീവിച്ച ഒരാളുടെ ആഗ്രഹം കണ്ടപ്പോൾ അച്ഛനത് ചെയ്തു. അല്ലാതെ മറ്റൊന്നും അതിൽ മോൻ കണ്ടെത്താൻ നോക്കണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും നമ്മുടെ വേദ പറയുന്നുണ്ട്, ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന ഗുണ്ടയെ വിട്ടിട്ട് നിങ്ങളൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സൂക്ഷിച്ച് സംസാരിക്കണം. ശ്രീനിവാസൻ ഇപ്പോൾ വലിയൊരു പാർട്ടിയുടെ നേതാവാണ്, അത് മറക്കണ്ട. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും കെട്ടിവെച്ച് കാശ് പോകില്ല എന്ന്? ഈ ഭാഗത്തെ ചില വാർഡുകളിൽ നിങ്ങൾ ചിലപ്പോൾ ജയിക്കുമായിരിക്കും, ചില പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് സ്വാധീനവും ഉണ്ടായിരിക്കും. എന്നാലും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് കാണിക്കുന്ന നിഗളിപ്പൊക്കെ കാണിക്കാൻ വരട്ടെ. ശരിയാണ്, പാർട്ടിക്കുള്ളിൽ വലിയ പാർട്ടിയോ ചെറിയ പാർട്ടിയോ എന്നൊന്നുമില്ല. എന്നാലും സമൂഹത്തിനുള്ളിൽ ചെറിയ പാർട്ടിക്കും സ്ഥാനമുണ്ട്. പക്ഷേ അത് സാമൂഹിക സേവനമായിരിക്കണം. നിങ്ങൾ ചെയ്യുന്നത് പോലെ അത് തല്ലും വെട്ടും കുത്തുമൊന്നും ആയിരിക്കരുത്. പോയി ഏതെങ്കിലും വാർഡിൽ നിന്ന് വിജയിക്കുക, എന്നിട്ട് അവിടെ ജനങ്ങൾക്ക് നല്ലതെന്തെങ്കിലും ചെയ്യുക. അപ്പം സമ്മതിക്കാം രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന്. അപ്പം വിക്രം നിർത്തടി എന്ന് പറഞ്ഞിട്ട് വായടപ്പിക്കുന്നുണ്ട്. ഉപദേശിച്ച് നീ അങ്ങ് വളരുകയാണല്ലോ. നിന്റെ അംഗീകാരവും സമ്മതവും ഒക്കെ ആർക്ക് വേണം? രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ ഏത് രീതിയിൽ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഈ ഞങ്ങൾ ആരാണാവോ? ശ്രീകാര്യം ശ്രീനിവാസൻ പറയും, നിങ്ങൾ അനുസരിക്കും. അതല്ലേ ശരി? അതെ, ശ്രീനി സാറ് പറയും, ഞങ്ങൾ കേൾക്കും. എൻ്റെ ജീവിതത്തിൽ മരണം വരെ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എന്നിട്ട് വിക്രം റൂമിലേക്ക് പോകാൻ ഒരുക്കുമ്പോഴത്തേക്കിനും വേദ വീണ്ടും വിളിക്കുവേ, ഒന്ന് നിന്ന്. അപ്പോൾ കഴിക്കാനൊന്നും വേണ്ടേന്ന് ചോദിക്കുക. എന്നിട്ട് കഴിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കഥക് അടച്ചിട്ട് അങ്ങോട്ടേക്ക് പോവേ. അപ്പം വേദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന കുരുക്കിൽ നിന്ന് ഉടനെ ഒന്നും ഇയാളെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ലെന്ന് മനസ്സിലായി എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. അപ്പം ഈ വിഷയത്തെ സമീപിക്കേണ്ടത് ഇങ്ങനല്ല എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് വേദ നമ്മുടെ റൂം കഥക് തട്ടി തുറന്ന് അങ്ങോട്ടേക്ക് ചെല്ലും കേട്ടോ. ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. എന്നിട്ട് നേരത്തെ പോലെയല്ല, ഫ്രഷ് ആയിട്ടുണ്ട്, ആൾ കുട്ടപ്പനായിട്ടുണ്ട്. അപ്പം ആ ഒരു നാണോ മാനോ ഒന്നും ഇല്ല. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ഇനി തൊട്ട് രാത്രിക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ രാത്രി 7 മണിക്ക് മുന്നേ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയണം. എൻ്റെ ഫോണിലേക്ക് അയക്കാൻ നാണമാണെങ്കിൽ അമ്മയുടെ ഫോണിലോട്ട് അയച്ചാൽ മതി, ഭക്ഷണം എടുത്ത് വെക്കും. അല്ലാതെ പാതിരാത്രി കയറി വന്ന് വിശക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു തരി ഭക്ഷണം ഇവിടെ കാണില്ല. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിന് ദേഷ്യം വന്നിട്ട്, അത് പറയാം നീ ആരെടിയെന്ന് ചോദിക്കുന്നുണ്ട്. ആരെടിയെന്ന് പറയാൻ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കിനും ആരെടിയെന്ന് ചോദിക്കേണ്ട. നാളെ മുതൽ അമ്മയും അമ്മയുടെ നിർദ്ദേശപ്രകാരം ഞാനും നടപ്പിലാകാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ പറയുവേ. എതിർപ്പുണ്ടെങ്കിൽ അച്ഛനെ നേരിട്ട് കണ്ടങ്ങ് ബോധിപ്പിച്ചോണം. പറഞ്ഞില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വേദ കഥകും അടച്ചിട്ട് ഇറങ്ങിപ്പോവേ. അപ്പം നമ്മുടെ വിക്രം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവള് കത്രിക പൂട്ടിട്ടാണല്ലോ പൂട്ടാൻ നോക്കുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതിനുശേഷം കാണിക്കുന്നത് നന്ദിനിയടുത്തെയും വിനയേട്ടനെയുമാണ്. വിനയേട്ടൻ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പം നന്ദിനിയടുത്ത് നാരങ്ങ വെള്ളമൊക്കെ ആയിട്ട് വരുവേ. അപ്പം വിനയേട്ടൻ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുക. നാരങ്ങ വെള്ളം എന്ന് പറയേ. വിനയേട്ടാ ഇന്നല്ലേ കുറിക്കാശ് കിട്ടുന്നേ? അതെ വിനയേട്ടാ, അതിനകത്തുനിന്ന് ഒരു 50,000 രൂപ എനിക്ക് തരുമോ? 50,000 രൂപയോ? അതിനുള്ളതാണോ ഈ കൈക്കൂലി? ഒന്ന് പോ വിനയേട്ടാ. നീ എന്താ പറയുന്ന നന്ദിനി? ഇനി ഞാൻ രാവിലെ തൊട്ട് ഈ കണക്ക് വെട്ടിക്കൊണ്ടിരിക്കുക. ഇനി കുറച്ച് കാശും കൂടെ ഉണ്ടാക്കിയെന്നാലേ സ്ഥലത്തിന് കാശ് തികയുള്ളൂ. അതിനിപ്പം നമ്മൾ സ്ഥലം മേടിക്കുന്നില്ലല്ലോ, ബാങ്കിലിടുവല്ലേ. എൻ്റെ കയ്യിൽ ഒരു പൊട്ടിയ വള ഇരിപ്പുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് കാശും കൂടെ കൊടുത്തെന്നാലേ ഒരു നല്ലൊരു തടവള മേടിക്കാൻ പറ്റും. എന്നിട്ട് അതിന് കാശ് എവിടെ നിന്ന് കിട്ടിയെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഒരു ചുക്കും സംഭവിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് വീണ്ടും വരുവേ. അങ്ങനെ എല്ലാ കാര്യത്തും നിങ്ങളുടെ അച്ഛനും അമ്മേനും കാര്യങ്ങളെ അറിയിച്ചിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ വിനയം പറയുവേ, എല്ലാ കാലത്തും ഒന്നും വേണ്ട, ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടേ പറ്റുള്ളൂ. എന്നാൽ ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച കാശെന്ന് പറയാം. അപ്പോഴോ ഇവിടെ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. എടേ, എല്ലാ വിഷുവിനും ഓണത്തിനുമൊക്കെ വല്ലപ്പോഴും ആ വീട്ടിൽ പോയിട്ട് ഉച്ചയോണം കഴിഞ്ഞ് വരുന്നതല്ലാതെ ആ വീടുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് തന്നെയല്ല, നിൻ്റെ പുന്നാര അളിയൻ കല്യാണം കഴിഞ്ഞതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പണയം വെക്കാനെന്ന് പറഞ്ഞ് 2 വള മേടിച്ചുകൊണ്ട് പോയല്ലോ, അത് ഇതുവരെ തിരിച്ചെടുത്ത് തന്നോ? അത് വിനയേട്ടൻ തന്നെ തിരിച്ചെടുത്തില്ലേ? അതെ എടുത്തു, ഞാൻ തന്നെ എടുത്തു. കാശ് അവൻ തന്നോ? ഇല്ലല്ലോ, ഞാൻ തന്നെയല്ലേ എടുത്തത്.
അവൻ ഇപ്പം 50,000 തന്നെന്ന് പറഞ്ഞെന്നാൽ ആര് വിശ്വസിക്കാനാണ് നന്ദിനി? നിങ്ങൾക്കപ്പോൾ അവർ വാങ്ങിയതിനും തന്നതിനും ഒക്കെ നല്ല കണക്കായിരുന്നല്ലേ? നന്ദിനി, ലോകത്ത് ആര് പൈസ മേടിച്ചാലും നീ മേടിച്ചെന്നാലും അതിന് കണക്ക് സൂക്ഷിക്കുന്നവനാണ് ഈ വിനായകൻ. നീ വിഷമിക്കണ്ട. ആദ്യം നമുക്കൊരു വീട്, അതിനുശേഷം തടവളകയോ വിടവളകയോ എന്ത് വേണമെങ്കിലും മേടിച്ചു തരാം. അപ്പോഴത്തേക്കിനും പെട്ടെന്നൊരു കോൾ നമ്മുടെ വിനായകന് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് കോള് വന്നതും അയ്യോ നെഞ്ചത്ത് പിടിച്ചിട്ട് അയ്യോ അമ്മേ എന്നും പറഞ്ഞിട്ട് ഫോണൊക്കെ വലിച്ചെറിയുന്നുണ്ട്. എല്ലാം പോയിടി, എല്ലാം പോയി, വീടും പോയി, ബംഗ്ലാവും പോയി, എല്ലാം പോയി. എന്താ വിനയേട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദിനി ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ട്. എല്ലാം പോയിടി അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി ഓടുന്നുണ്ട്. ചെരുപ്പ് എവിടെ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പം നന്ദിനി ഇങ്ങനെ പുറകെ നിന്ന് ചോദിക്കുന്നുണ്ട് എന്താന്നേ. അന്നേരത്തേക്കിന് പറയുകയാണ് KP ക്രൂസിലെ കേശവൻ മുങ്ങിയടി, എല്ലാം പോയി. ആളുകളൊക്കെ കുറുക്കമ്പനിയുടെ മുന്നിൽ വന്ന് ക്യൂ നിൽക്കുക. നമ്മുടെ കാശ് പോയി നന്ദിനി. കേശവനല്ല കശ്മലൻ. അയ്യോ എൻ്റെ ദൈവങ്ങളെ എന്ന് പറഞ്ഞ നന്ദിനി കരയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വരുവാണേ. അപ്പോൾ ഇവരുടെ ഈ നിലവിളിയെല്ലാം കണ്ടിട്ട് വേദ ചോദിക്കേ എന്ത് പറ്റി തന്നിട്ട് അടുത്തേയും ചോദിക്കേ. ഒന്നും പറയണ്ട വേദ, കുറിക്കാരൻ മുങ്ങി, കാശും പോയി. ഞാനേ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നീ ഇങ്ങോട്ട് പരിപാടി, നീ ഇവിടെ ഞാൻ ഇരിക്കുക. അപ്പോൾ വിനയേട്ടൻ എനിക്ക് ഇവിടെ ഇരുന്ന ഒരു സമാധാനവും കിട്ടൂല. അപ്പോഴത്തേക്കും നമ്മുടെ KP കുറിച്ചിൻ്റെ ഇതൊക്കെ കെട്ടിടമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം സീലൊക്കെ അടിച്ച് വെച്ചേക്കുവാണ്. പോലീസൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്, ഒരുപാട് ആളുകളും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിനായകനും നന്ദിനിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് നിൽക്കുവേ. അപ്പോൾ പോലീസുകാരോട് കുറേ ആൾക്കാരൊക്കെ നിന്ന് പറയുന്നുണ്ട് അയ്യോ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരുന്ന പൈസയായിരുന്നു സാറ്, എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് പോലീസിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ഇവരിങ്ങനെ പരസ്പരം മുഖത്തോട്ട് നോക്കി അന്തിക്കുവാണേ. അപ്പോഴത്തേക്കിനും സാറേന്ന് പറഞ്ഞ് വിനായകൻ അങ്ങോട്ടേക്ക് ചെല്ലുവേ. അപ്പം പോലീസുകാരൻ പറയാം താനാ വിക്രമൻ്റെ ചേട്ടനല്ലേ, എത്ര പോയി എന്ന് എന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും എത്ര പോകുന്നൊന്നും പറയണ്ട സാറേ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാന്ന് പറയേ. എന്നാൽ തൻ്റെ കാശ് മണി ഓർഡറായിട്ട് അവരയച്ചു തരും എന്നിങ്ങനെ പോലീസുകാരനും പറയുന്നു. അപ്പം നന്ദിനി പോലീസുകാരനോട് പറയുക സാറേ എങ്ങനെയെങ്കിലും മേടിച്ച് തരണം, കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാന്ന് പറയേ. അപ്പോഴത്തേക്കിനും പെങ്ങളെ ഈ കൂടി നിൽക്കുന്നവരെല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്, അതുകൊണ്ടാണ് അവർ പോയിരിക്കുന്നത്. ഇവിടെ നോക്ക്, വീട്ടുപണി ചെയ്ത് മോളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന കാശായിരുന്നു. നിങ്ങളുടെ വീട്ടിലൊരു മഹാനുണ്ടല്ലോ, ചെന്ന് അവനോട് പറഞ്ഞുകൂടെ ഇങ്ങനെ പോലീസുകാരൻ ചോദിക്കുക. നേരത്തേക്കും നമ്മുടെ വിനായകൻ പറയുന്നുണ്ട് വിക്രത്തിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് തീർക്കില്ല, ഞങ്ങളുടെ കാശ് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ ചെല്ലേ, ഞങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പം സാറേന്ന് പിന്നെ നന്ദിനി അടുത്ത് വിളിക്കുവേ. അപ്പോഴത്തേക്കിനും പറയും ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പോലീസുകാരൊക്കെ പറയുന്നുണ്ട് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ സ്റ്റേഷനിൽ ചെന്നിട്ട് എത്രയും പെട്ടെന്ന് പരാതി എഴുതി കൊടുക്കുക, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കിട്ടിയാൽ നടപടിക്രമം അനുസരിച്ചിട്ട് വേണ്ടത് ചെയ്യാം. ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കാതെ നിങ്ങൾ ചെല്ലാൻ നോക്കുക. പരാതി നിങ്ങളെല്ലാവരും സ്റ്റേഷനിൽ എഴുതി കൊടുത്താൽ മതി. ശരി, ഓക്കെ. എന്നിട്ട് ബാക്കി പോലീസുകാർ രണ്ടുപേരും അവിടെ നിൽക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ബാക്കി എല്ലാവരും പോകും കേട്ടോ. പക്ഷേ നമ്മുടെ നന്ദിനിയും വിനായകനും പോകുന്നില്ല. കുറുക്കടയുടെ മുന്നിൽ തന്നെ അവിടെ ഇങ്ങനെ കയ്യും തലയും വെച്ചിട്ട് ഇരിക്കുകയാണ്. വിനയേട്ടാ എല്ലാവരും സ്റ്റേഷനിലേക്ക് പോയി, നമുക്കും ഒന്ന് പോയാലോ? അതുകൊണ്ട് എന്താ, നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു കിട്ടുമോ? രൂപ 1ഉം 2ഉം അല്ല, 6 ലക്ഷമാണ് കയ്യിൽ നിന്ന് പോയത്. ഈ ചിട്ടിയിലും കോപ്പിലും ഒന്നും എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. കിട്ടുന്ന പൈസ ബാങ്കിൽ സൂക്ഷിച്ച് വെക്കുക, അതായിരുന്നു. നീ ഒരാൾ പറഞ്ഞിട്ടാ ഞാനിവിടെ കുറി കയറുന്നത്. ഇപ്പം എന്തായി, എല്ലാം തീർന്നില്ലേ? എത്ര ആളുകളുടെ പിന്നാലെ നടന്ന് കൈയും കാലും പിടിച്ച് വായിട്ടലച്ച് ഇല്ലാത്ത നുണക്കഥകളൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ തുണ്ട് ഭൂമിയും വിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്നത്. ആ കാശാണ് നീ കൊണ്ടുപോയി തൊലച്ചത്, അവളുടെ അമ്മൂമ്മയുടെ KP കുറീസ്. ഇതിങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചോ വിനായേട്ടാ? ഇങ്ങനെ പറയാം. ഇതിനൊക്കെ കാരണം നമ്മുടെ ആർത്തിയാണ്. കിട്ടുന്ന പൈസ ആരെ അറിയിക്കാതെ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഒറ്റയ്ക്ക് അനുഭവിക്കാമെന്നുള്ള ആർത്തി, നമ്മുടെ സ്വാർത്ഥയ്ക്ക് കിട്ടിയ പണി എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കും നന്ദിനി പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ സമനില തെറ്റിയവരെ പോലെ ഇവിടെ ഇരുന്ന് സംസാരിക്കാതെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആർക്കും മനസ്സിലാവാനാണ്? KP കുറീസിൽ കുറി വെച്ച് പൈസ പോയവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലായില്ലേ? എന്നാലും നമ്മുടെ എത്ര രൂപ പോയെന്ന് ആർക്കും അറിയില്ലല്ലോ. 6 ലക്ഷം രൂപ ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ പെട്ടെന്നുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും എന്തു പറയും? നമ്മൾ കുറിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നെന്നേ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ആ ശ്രീജയും വേദയൊക്കെ എന്നെ കളിയാക്കി കൊല്ലും. ഫ്രോഡായിപ്പോയി, ഇല്ലെങ്കിൽ നിന്നെ കർണടിച്ച് ഞാൻ പോച്ചേനെ. എങ്ങനെയെങ്കിലും കാശ് തിരിച്ചെടുക്കണമെന്നല്ല, വീട്ടുകാരുടെ മുന്നിൽ നാണം കടലെന്നേ ഉള്ളൂ നിനക്ക്, അല്ലടി എന്ന് ചോദിച്ചിട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് ഞാനല്ലേ, വേണമെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിക്കോ, തല്ലിക്കോ, പക്ഷേ തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എന്താ വേണ്ടതെന്ന് ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാം. വാ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് വാന്നും പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് എണീപ്പിച്ച് കൊണ്ടുപോവുകയാണേ.
അതിനുശേഷം നമ്മുടെ വേദയ്ക്ക് ഫോൺ വരുവാണേ. ഫോൺ നന്ദിനിയാണേ. എന്നിട്ട് വേദ എന്താ നന്ദിനി അടുത്തേന്ന് ചോദിക്കുകയോ ഞാൻ ഫോൺ വിനായകേട്ടന് കൊടുക്കാമെന്ന് പറയുക. അപ്പോൾ കൊടുക്കുന്നതിന് മുന്നേ പറയുന്നുണ്ട് ഞാൻ ഫോൺ വിളിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ സംസാരിക്കുക എന്ന് പറയുന്നുണ്ടേ. ഹലോ വേദയെ നിങ്ങൾ വിളിക്കുക. എന്താ ഏട്ടാന്ന് ചോദിക്കുക. എന്നിട്ട് സഹായിക്കുന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷേ പൂർണ്ണമായിട്ടും നമുക്കത് കേൾക്കാൻ സാധിക്കുന്നില്ല, നമുക്കത് വഴിയെ അറിയാം. എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് ഏട്ടൻ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് ചോദിക്കുക. അന്നേരം പറയും റേഷൻ കട കഴിഞ്ഞിട്ടുള്ള കലിങ്ങിനടുത്തെന്ന് പറയുക. സ്റ്റേഷനിലേക്ക് പോയാൽ അറിയാലോ വേദ, വിക്രത്തിനോടുള്ള ദേഷ്യം വെച്ചിട്ട് ആ പോലീസുകാരൻ ബാക്കി ആരുടെ കാശ് കൊടുത്താലും എൻ്റെ കാശ് തിരിച്ചു തരും തോന്നില്ല. ഈ കാര്യത്തിൽ വിക്രത്തെ ഇടപെടുവിച്ചെന്ന് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകത്തേ ഉള്ളൂ. എൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേദനെ വിളിച്ചത്. ഞാൻ അങ്ങോട്ടേക്ക് വരാം. വിനയേട്ടനും നന്ദിനിയെടുത്ത് അവിടെ തന്നെ ഇരിക്കുക, ബാക്കി വന്നിട്ട് തീരുമാനിക്കാം. വേദ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. അവൾ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ എടുക്കാനാണെന്ന് പറയാം. അപ്പോൾ നന്ദിനി പറയും ജില്ലാ ജഡ്ജിയുടെ മോളല്ലേ, എന്തെങ്കിലും പിടിപാട് ഉണ്ടാകാതിരിക്കത്തില്ല. ശ്രീജ വന്നില്ലേ മോളേന്ന് ചോദിക്കേ. നിങ്ങളാരെങ്കിലും വരുന്നിടം വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്താണ്, വീട് തുറന്നിട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. റേഷൻ കടയിൽ നല്ല തിരക്കായിരുന്നു. അല്ല നന്ദിനിയുടെ മോളെ വിനായകേട്ടൻ്റെ കൂടെ പോയതാ, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞാൽ തീർത്തി വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴത്തേക്കും മോളെ എവിടെ പോകാമെന്ന് ചോദിക്കുന്നുണ്ടേ. ഇപ്പോൾ വരാം, ഈ കവല വരെ പോയാൽ മതി എന്നും പറഞ്ഞ് വേദ ഒന്നും പറയാതെ പോവുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകാരി ചേച്ചി വന്നു കേട്ടോ. മീനൊന്നും വേണ്ട ഏട്ടത്തി എന്ന് പറയുക. അപ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ മീനൊന്നും മേടിക്കുന്നില്ലല്ലോ എന്ന് പറയുക. എന്നിട്ട് ഉള്ളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും മീൻകാരി ചേച്ചി പറയുകയാണേ ഇത്രയും രൂപയുടെ നഷ്ടമൊക്കെ ഉണ്ടായിട്ടും നിങ്ങളുടെ മുഖത്ത് അതൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ടേ. ഞാനെങ്ങാനും ആണെങ്കിൽ ഇപ്പം നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് നടന്നതെന്ന് പറയുക. അപ്പം നമ്മുടെ അമ്മ പറയുന്നുണ്ടേ അതിന് നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ ഇവിടെ. കമലേച്ചി ഇതെന്താ പറയുന്നത്, 5-6 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണോ? എന്താ ഈ പറയുന്നത്, 6 ലക്ഷമോ എനിക്കോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ മിങ്കാരി ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്കെന്താ പിന്നെ പ്രാന്തുണ്ടോ? 6 ലക്ഷം രൂപയൊക്കെ നഷ്ടപ്പെടാനായിട്ട് എൻ്റെ കയ്യിൽ എവിടുന്ന പൈസ? അപ്പോൾ ചിട്ടി പൊളിഞ്ഞതും നിങ്ങളുടെ മോൻ്റെ കാശ് പോയതും ഒന്നും കമലേച്ചി അറിഞ്ഞില്ലയോ? നമ്മുടെ KP കുറി കമ്പനിയില്ലേ നേരത്തെ സ്വർണ്ണപ്പണയൊക്കെ വെച്ചിരുന്ന KP കേശവൻ്റെ, അവിടെ 6 ലക്ഷം രൂപയുടെ ഒരു കുറി നടന്നു വന്നിരുന്നു. അതിൽ നമ്മുടെ വിനായകനും അംഗമാണ്. ആദ്യമൊക്കെ നല്ല രീതിയിൽ നടന്നു വന്ന കമ്പനി ആയിരുന്നുകൊണ്ടേ ആൾക്കാർക്ക് നല്ല വിശ്വാസമായിരുന്നു. പലരുടെയും കുറിക്കാശ് അയാൾ നല്ല പലിശ കൊടുക്കാമെന്നും പറഞ്ഞ് അവിടെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറിക്കാശ് കൊടുക്കേണ്ട ദിവസമായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ കേശവനും കുടുംബവും മുങ്ങി. 6 ലക്ഷം രൂപയുടെ കൂട്ടത്തിൽ നിങ്ങളുടെ മോൻ വിനായകൻ പെടുമെന്ന് പറയുക. 6 ലക്ഷം രൂപയോ വിനായകനോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കമലമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ടേ. ഞാൻ വെറുതെ പറഞ്ഞതല്ല ഏട്ടത്തി, കാശ് മേടിക്കാനായിട്ട് വെള്ളം വെക്കുന്നവരുടെ കൂട്ടത്തിലേ അവരും ഉണ്ടായിരുന്നു, വിനായകനും നന്ദിനി. എന്നാലും ഇത്രയും വലിയ തുകയൊക്കെ അവൻ ആരോടും ചോദിക്കാതെ കുറിയൊക്കെ വെച്ചെന്ന് പറയുമ്പോൾ അപ്പോൾ കമലേച്ചി അറിയാതെയാണല്ലേ വിനായകൻ കുറി വെച്ചത്. അവൻ്റെ ഭാര്യ പറഞ്ഞു കാണും അമ്മയോട് പറയണ്ടെന്ന്. ഇങ്ങനെ അച്ചിയുടെ വാക്ക് കേട്ട് പൈസ ഒളിപ്പിച്ച് വരുന്ന അകത്തുള്ളതും പുറത്ത് പോകുന്നു ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മീൻകാരി ചേച്ചി അവിടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അടുത്തായിട്ട് കാണിക്കുന്ന നമ്മുടെ നന്ദിനി വിനായകനും അവിടെ തന്നെ ഇരിക്കുക കേട്ടോ, അവരെങ്ങോട്ടും പോയിട്ടില്ലേ. അവളിന് വരാതിരിക്കുമോ വിനയേട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ അവളോട് നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്, അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പഴകിയായിരുന്നുണ്ട് കേട്ടോ. വേദ വരാമെന്ന് പറഞ്ഞതല്ലേ, അവൾ വരും. ചിലപ്പോൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. നമ്മളെപ്പോലെ മനസ്സിൽ വെച്ച് പെരുമാറുന്ന ശീലം അവൾക്കില്ല അല്ലേ നന്ദിനി? നമ്മളെപ്പോലെയല്ല, എന്നെപ്പോലെ നല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവിടെ ഒരു കാറ് വന്നേക്കുവേ. അപ്പോൾ അവിടെ വരുന്നത് ദർശനാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ദർശൻ വന്നിട്ട് പറയും കാര്യങ്ങളെല്ലാം വേദ പറഞ്ഞു എന്നിങ്ങനെ പറയുവേ. നിങ്ങളുടെ കയ്യിൽ ചിട്ടി കമ്പനിയുടെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ, നമ്മൾ കുറി അടയ്ക്കുന്ന ബുക്കല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുവേ. കുറി കമ്പനി തുടങ്ങുമ്പോൾ ഒരു പേപ്പറിൽ സൈൻ ഇടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ കോപ്പിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഒപ്പ് ഇടിപ്പിക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് എന്തൊക്കെ എഴുതി വെച്ചിരുന്നതെന്ന് വായിച്ച് നോക്കുകയും ചോദിക്കും. അപ്പോൾ അതും ഇല്ലെന്ന് പറയുവേ. നമ്മളുടെ പല ആളുകളുടെയും പ്രശ്നം ഇത് തന്നെയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടക്കുമ്പോഴത്തേക്കിനും അതിലെന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് വായിച്ച് നോക്കാതെ ഒപ്പിട്ടങ്ങ് കൊടുക്കും. ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ മുഴുവൻ അവരതിൽ എഴുതിയും വെച്ചിട്ടുണ്ടാവും. ഇത് മൊത്തത്തിലൊരു ചീറ്റിംഗ് അല്ലേ ദർശനം എന്നിങ്ങനെ വേദ വീണ്ടും ചോദിക്കുന്നുണ്ട്. അല്ല ഞാൻ പൊതുവായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നന്ദിനി ചോദിക്കും എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ പറയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നോക്കിയിരിക്കുക നിവൃത്തിയുള്ളൂ. ഇനി അവരെ കണ്ടുപിടിച്ച് അവരുടെ സ്വത്തുക്കൾ മുഴുവൻ എഴുതി അത് പ്രകാരം ഇനി വീതിച്ച് പൈസ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ ദർശനം പറയുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പരാതിയും മേലെ അയാളെ പിടിച്ച് കിട്ടിയാലും അയാളുടെ കയ്യിൽ പൈസ ഉണ്ടാവണം, എങ്കിലേ അത് കിട്ടുകയുള്ളൂ. ആദ്യം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുക. ദർശൻ നിങ്ങളോടൊപ്പം വരുമെന്ന് പറയാം. അപ്പം ദർശൻ ചോദിക്കും വേദ വരുന്നില്ലേ ചോദിക്കുക. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എവിടെയാണ് പോകുന്നതെന്ന് പറയാതെ ഞാൻ പെട്ടെന്നാണ് വീട്ടിൽ നിന്ന് ഓടി വന്നത്.
അത് സാരമില്ല, എന്നെ കൂടെ ഇതിനകത്ത് വലിച്ചിട്ടതല്ലേ. പക്ഷേ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് മടങ്ങാം എന്ന് പറയുവേ. അതേ വേദ, നമുക്ക് വീട്ടിലേക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ തലയൊക്കെ ആട്ടിയിട്ട് ശരി ഞാനും വരാമെന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക് യു. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡ് കസർത്താണ്. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നിട്ട് വേദയുടെ തകർപ്പനൊരു സീനുണ്ട്. സൂപ്പർ, അടിപൊളി, കാണാൻ മറക്കരുതേ.